നിങ്ങൾക്കറിയാമോ ഇന്ത്യയെ എക്കാലവും അടക്കി ഭരിക്കുന്ന ആ 9 പേരെപ്പറ്റി? നെഹ്റു മുതലുള്ള ജനാധിപത്യ സർക്കാർ വന്നപ്പോഴും, അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴും, അതിനു മുമ്പ് മഹാസാമ്രാജ്യങ്ങൾ കൊടികുത്തി വാണപ്പോഴും ഈ മഹാരാജ്യത്തെ ഭരണം നിശ്ചയിച്ചിരുന്നത് 9 പേരുടെ വംശപരമ്പരയായിരുന്നു. അതെ, ലോകമെമ്പാടും ഇലൂമിനാറ്റി സിദ്ധാന്തം ഇന്നും സജീവമായി നിൽക്കുമ്പോൾ ഇന്ത്യക്കും അവകാശപ്പെടാനുണ്ട് ഭരണാധികാരികളെ ചൊൽപ്പടിയിൽ നിർത്തി ഭരണം നിയന്ത്രിക്കുന്ന 9 പേരുടെ പൈതൃകം. ഇന്ത്യയിലെ 2000 വർഷങ്ങളുടെ പഴക്കമുള്ള ഇലൂമിനാറ്റി കഥകളിലേക്ക് കടക്കും മുമ്പ് എന്താണ് ഇലൂമിനാറ്റി എന്ന് നമുക്കൊന്നറിഞ്ഞു വരാം. ലോകത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇലൂമിനാറ്റി എന്നാണ് പൊതുവിലുള്ള ധാരണ. ലോകത്തെവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന നിഗൂഢ ശക്തിയെന്ന് ഒറ്റവാക്കിൽ ഇലൂമിനാറ്റിയെ നിർവചിക്കാം. എന്നാൽ ഇവർ ആരെന്നോ അവർ എവിടെയൊക്കെയാണെന്നോ ആർക്കും അറിയില്ല. വിവേകശൂന്യരും ഹൃദയശൂന്യരുമായ നേതാക്കളെ സാധാരണ കളിപ്പാവകളായി ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന കഴിവുകളുള്ള, വിവേകമുള്ള, ബുദ്ധിമാന്മാരായ വ്യക്തികളാണത്രേ ഇലൂമിനാറ്റി. 1776 മെയ് 1 ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്ത് ആദം വെയ്ഷോപ്റ്റ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണത്രേ ഈ രഹസ്യ സംഘടന. ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഈ സംഘടന ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. മതം, സമ്പന്നർ, പ്രഭുക്കൾ ഇവയൊക്കെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ചെറുക്കാനാണ് ഇലൂമിനാറ്റി തുടക്കത്തിൽ ശ്രമിച്ചിരുന്നതെങ്കിലും പിന്നീട് അവയുടെ ലക്ഷ്യം മാറുകയായിരുന്നു. ഒരു പരിണാമ സിദ്ധാന്തം പോലെ ഇലൂമിനാറ്റിയെ കാലഘട്ടത്തിനനുസരിച്ച് അനുയായികൾ പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇലൂമിനാറ്റികൾക്ക് കൃത്യമായ ഒരു നിർവചനം ഇതുവരെയും ആരും നൽകിയിട്ടില്ല. ലോകത്തിലെ സകലതും ഇലൂമിനാറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണത്രേ ഇലൂമിനാറ്റികൾ. ലോക ബാങ്കിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ, യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നവർ, ലോക പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്നുവേണ്ട മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സകലതിനെയും ഇവർ സ്വാധീനിക്കുന്നു. ലോകത്തിലെ 13 കുടുംബങ്ങളാണ് ഇലൂമിനാറ്റിയിലുള്ളതെന്ന സിദ്ധാന്തവുമുണ്ട്. ആ കുടുംബങ്ങളെക്കുറിച്ചും ചിലർ പറയാറുണ്ടെങ്കിലും അതൊന്നും തെളിയിക്കപ്പെട്ടവയോ തെളിവുകൾ ഉള്ളവയോ അല്ല. രാഷ്ട്രീയം, ബിസിനസ്, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി ലോകത്തിലെ സമസ്ത മേഖലയിലും ഈ കുടുംബങ്ങളുടെ രഹസ്യമായ സ്വാധീനമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആസ്റ്റർ ബ്ലഡ് ലൈൻ, ബണ്ടി ബ്ലഡ് ലൈൻ, കോളിൻസ് ബ്ലഡ് ലൈൻ, ഡ്യൂപോണ്ട് ബ്ലഡ് ലൈൻ, ഫ്രീമാൻ ബ്ലഡ് ലൈൻ, കെനഡി ബ്ലഡ് ലൈൻ, ലീ ബ്ലഡ് ലൈൻ, ഒനാസിസ് ബ്ലഡ് ലൈൻ, റോക്കെഫെല്ലർ ബ്ലഡ് ലൈൻ, റസൽ ബ്ലഡ് ലൈൻ, വാൻഡുവൽ ബ്ലഡ് ലൈൻ, മൊറോവെഞ്ചിയൻ ബ്ലഡ് ലൈൻ, റോത്ത്ഷീൽഡ് ബ്ലഡ് ലൈൻ എന്നിവയാണത്രേ ആ 13 ഇലൂമിനാറ്റി കുടുംബങ്ങൾ. ആഗോള ജനസംഖ്യയെ നിയന്ത്രിക്കാനും ഇവർക്ക് പല പദ്ധതികളുമുണ്ട്. വൈറസുകൾ, വാക്സിനുകൾ, ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണം തുടങ്ങി ശാസ്ത്രീയമായി എഞ്ചിനീയറിംഗ് ചെയ്ത ആഗോള ജനസംഖ്യാ നിയന്ത്രണ രീതികൾ ആസൂത്രണം ചെയ്യാൻ പോലും ഈ കുടുംബങ്ങൾക്ക് കഴിവുണ്ടത്രേ. ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെയുള്ള മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ഈ കുടുംബങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറുമല്ല. കാരണം ലോകത്തിലെ മരുന്ന് കച്ചവടം നിയന്ത്രിക്കുന്നത് ഇതേ ഇലൂമിനാറ്റികളാണെന്നും സൈദ്ധാന്തികർ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ആഗോളതലത്തിൽ 13 പേരാണ് ഇലൂമിനാറ്റി എങ്കിൽ ഇന്ത്യയിൽ അത് 9 പേരാണ്. ഇന്ത്യയിൽ ഇലൂമിനാറ്റിക്ക് രൂപം നൽകുന്നത് അശോക ചക്രവർത്തിയുടെ കാലത്താണ്. BC 262 കലിംഗ യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് അശോക ചക്രവർത്തി ഇലൂമിനാറ്റിക്ക് രൂപം കൊടുക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് കണ്ട ചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായി ബുദ്ധമതം സ്വീകരിച്ചു. എന്നാൽ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് സന്യാസിയുടെ ഭരണവും അഹിംസയും ഭൂഷണമല്ല എന്ന് അശോക ചക്രവർത്തിക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ഭരണകാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള 9 പേരെ ചക്രവർത്തി ഭരണച്ചുമതല ഏൽപ്പിച്ചു. അതും പരമരഹസ്യമായി. ആരുമറിയാതെ ഒരു അധികാര കൈമാറ്റമായിരുന്നു അത്. ജനങ്ങൾക്ക് മുന്നിൽ അശോക ചക്രവർത്തി തന്നെയാണ് ഭരണാധികാരി. എന്നാൽ ശരിക്കും ഭരണം നടത്തിയിരുന്നതാകട്ടെ ആ 9 പേരും. പ്രകൃതിശാസ്ത്രം മുതൽ മനഃശാസ്ത്രം വരെയുള്ള സകല വിഷയങ്ങളിലും അതിനിപുണരായിരുന്നു അത്രേ ഇവർ. എന്നാൽ നേടിയ അറിവ് കൊണ്ട് നിശബ്ദവും നിശ്ചലവുമാകരുതെന്നായിരുന്നു ചക്രവർത്തി ഇവർക്ക് നൽകിയ ഉപദേശം. അതായത് അറിവുകളെ അപ്ഡേറ്റ് ചെയ്യണം, അതെല്ലാം ഒരു പുസ്തകമായി രേഖപ്പെടുത്തുകയും വേണം. പ്രചാരണം, ശരീരശാസ്ത്രം, മൈക്രോബയോളജി, ആൽക്കമി, ആശയവിനിമയം, ഗുരുത്വാകർഷണം, കോസ്മോഗമി, പ്രകാശം, സോഷ്യോളജി എന്നിവ സംബന്ധിച്ച പുസ്തകങ്ങളായാണ് അവർ അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഏറ്റവും ലളിതമായി ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാനേജ്മെൻറ്റിൽ മാത്രം ശ്രദ്ധിക്കുക, അതിലെല്ലാം അടങ്ങിയിരുന്നു. അശോകൻ നിയമിച്ച ഈ 9 പേരും ഭരണത്തിൽ അതിനിപുണരായിരുന്നു. അശോകൻ്റെ സാമ്രാജ്യത്തിന് പുറത്തും അവർ അതീവ രഹസ്യമായി തങ്ങളുടെ ബുദ്ധിയും അറിവും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മൗര്യ സാമ്രാജ്യം മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചെറു നാട്ടുരാജ്യങ്ങൾ പോലും ഈ 9 അംഗ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലായി.
അശോകന് ശേഷം അധികാരത്തിലേറിയ ചക്രവർത്തിമാർക്ക് ഇവരെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ഇവർ വിവിധ സാമ്രാജ്യങ്ങളുടെ യുദ്ധതന്ത്രം, പരിശീലനം, ആയുധ നിർമ്മാണം, കുതിര, ആന എന്നിവയുടെ കൈകാര്യം, വെടിമരുന്നുപയോഗം എന്നിവയിൽ ഇടപെടുകയും അവയുടെ ശക്തി ദൗർബല്യങ്ങളെ നിർവചിക്കുകയും നിജപ്പെടുത്തുകയും ചെയ്തിരുന്നു അത്രേ. സംഘത്തിലെ ഓരോരുത്തരും മരിക്കുമ്പോൾ അവർ മുൻകൂട്ടി നിശ്ചയിച്ച് പരിശീലനം നൽകിയിരുന്ന അനന്തരാവകാശി ഇലുമിനാറ്റിയിൽ അംഗമാകും. അങ്ങനെ 2000 വർഷത്തോളം അവർ രഹസ്യമായി ഭരണം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സംഘം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കേരളത്തിൽ ഇലൂമിനാറ്റിക്ക് പ്രചാരം നൽകിയത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ സിനിമയാണ്. ഈ സിനിമ ഹിറ്റായതോടെ കേരളത്തിൽ ശരിക്കും ഇലൂമിനാറ്റി തരംഗം തന്നെ ഉണ്ടായിരുന്നു. ലൂസിഫറിലെ നായകൻ മോഹൻലാൽ കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളി ഇലൂമിനാറ്റി സംബന്ധിച്ച പല സൂചനകളും ചിത്രത്തിൽ നൽകുന്നുണ്ട്. കറുത്ത കാറിൽ വെള്ളക്കുപ്പായം ധരിച്ചാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എത്തുന്നത്. രാഷ്ട്രീയക്കാരൻ, കരുണാലയം എന്ന അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരൻ, കർഷകൻ, മയക്കുമരുന്നിനും ദുർശക്തിക്കുമെതിരെ പോരാടുന്നവൻ തുടങ്ങി നിരവധി വിശേഷണങ്ങളാണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്കുള്ളത്. ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ കഴിവുള്ള ലോകം ഭരിക്കുന്ന ഇലൂമിനാറ്റി എന്ന സംഘടനയെക്കുറിച്ചാണ് ചിത്രം പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതിസമ്പന്നരും അഭ്യസ്തവിദ്യരുമായ ഒരു കൂട്ടം ആളുകളെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു ഘടകം. ചിത്രത്തിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് കമ്പ്യൂട്ടറിൽ എന്തിനെന്നറിയാതെ അസ്വസ്ഥനായി തിരയുന്ന ഒരു ഇന്റർപോൾ ഉദ്യോഗസ്ഥനെയാണ്. അബ്രാം ഖുറേഷിയിലേക്കും ഒപ്പം ഇലൂമിനാറ്റിയിലേക്കും റോത്ത് ഷീൽഡ് കുടുംബത്തിലേക്കും അദ്ദേഹത്തിൻ്റെ അന്വേഷണം കടന്നെത്തുന്നു. സ്റ്റീഫൻ ഇലൂമിനാറ്റിയുടെ വക്താവാണെന്നതിൻ്റെ സൂചനകൾ ചിത്രത്തിൽ വ്യക്തമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വരവിനെ കാണിക്കുന്നത് തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നെത്തുന്ന രംഗമാണ്. പിന്നീട് സാത്താൻ്റെ നമ്പരായ 666 വെച്ച കറുത്ത കാറിൽ സ്റ്റീഫൻ തിന്മയ്ക്കെതിരായ പോരാട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. അവസാന രംഗത്തിൽ മഞ്ജുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന പൊളിഞ്ഞ പള്ളിപ്പറമ്പ് ഇത് നിനക്കായി ഞാൻ കരുതി വെച്ച ഇടമാണെന്നും സ്റ്റീഫൻ പറയുന്നുണ്ട്. ക്ലൈമാക്സിലെ കറുത്ത വസ്ത്രമിട്ടിട്ടുള്ള രംഗത്തിൽ പിന്നിലായി കാണുന്ന മൂങ്ങയുടെ രൂപം ഇവയെല്ലാം സാത്താൻ്റെ അടയാളങ്ങളാണ്. പലപ്പോഴും എല്ലാം കാണുന്ന കണ്ണുകളിലാണ് സ്റ്റീഫനെ അടയാളപ്പെടുത്തുന്നത്. കുമ്പസരിക്കാനായി അച്ഛൻ ക്ഷണിക്കുമ്പോൾ ചെയ്ത പാപങ്ങൾക്കല്ലേ കുമ്പസരിക്കാൻ കഴിയൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് കുമ്പസരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് സ്റ്റീഫൻ പറഞ്ഞു നിർത്തുന്നത്. ഈ സങ്കല്പങ്ങളൊക്കെ ഇലൂമിനാറ്റിയുടേതാണ് എന്നാണ് ആരാധകർ അവകാശപ്പെട്ടിരുന്നത്.